പരം ശാന്തി മാ ബാബജിക കോടി പ്രണാമം. ഇന്നത്തെ വിഷയമാണ് എന്താണ് ഓറ. ഓറ എന്നാൽ ഇലക്ട്രോ മാഗ്നറ്റിക് പവർ. എല്ലാ മനുഷ്യരുടെ ചുറ്റിലും ഒരു ആവരണമുണ്ട്. പക്ഷേ അത് കണ്ണുകൾ കൊണ്ട് കാണാൻ സാധ്യമല്ല. മനുഷ്യരുടെ ഓറ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? അതായത് ഇലക്ട്രോ മാഗ്നറ്റിക് പവർ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ആത്മയുടെ വേറെ ചിന്തിക്കുമ്പോൾ പല കാര്യങ്ങൾ ചിന്തിക്കുന്ന സമയത്ത് ഓറയുടെ കളർ ചേഞ്ച് ആകുന്നതാണ്. മനുഷ്യൻ ദേഷ്യം വരുമ്പോൾ മനുഷ്യൻ്റെ ഓറ റെഡ് കളർ ആവുകയും ചെയ്യുന്നു. മനുഷ്യൻ ചൈതന്യ ശക്തിയാണ് ഉള്ളത്. ആത്മയിൽ ചൈതന്യ ശക്തിയാണ് ഉള്ളത്. അതുപോലെ ദേഷ്യം വരുന്ന സമയത്ത് അവിടുത്തെ വായുമണ്ഡലവും റെഡ് കളർ ആവുന്നതാണ്. ആ വായുമണ്ഡലത്തിൽ റെഡ് കളർ, ആ ദേഷ്യത്തിൻ്റെ കളറായ റെഡ് കളർ പടരുകയും ചെയ്യുന്നു. ആ വായുമണ്ഡലത്തിൽ ആരെങ്കിലും പോകുകയാണെങ്കിൽ അവരും ദേഷ്യമുള്ള ആളായി മാറുന്നു. നിങ്ങൾ ഒരു വീട്ടിൽ പോകുകയാണെങ്കിൽ അവിടെ ദേഷ്യം പിടിച്ച് നിൽക്കുന്ന സമയത്ത്, നിങ്ങൾ സ്വന്തം വീട്ടിൽ പോവുകയാണെങ്കിൽ ദേഷ്യം പിടിച്ച് നിൽക്കുന്ന ആ സ്ഥലത്ത് പോവുകയാണെങ്കിൽ ചിലപ്പോൾ അവരുടെ സംസാരം കേട്ട് നിങ്ങൾക്കും ദേഷ്യം വരും. കാരണം എന്ന് പറഞ്ഞാൽ അവിടുത്തെ വായുമണ്ഡലത്തിൽ കലർന്നിരിക്കുകയാണ് ഓറ, റെഡ് കളറിലുള്ള ഓറ. അതുകൊണ്ടാണ് ആ വായുമണ്ഡലത്തിൽ ചെന്നാൽ എന്താണ് ചിന്തിക്കുന്നത്, ആ വായുമണ്ഡലം നിങ്ങളും അതായിത്തീരും. നല്ലത് മാത്രം ചിന്തിക്കുന്ന ആളാണെങ്കിൽ ബ്ലൂ കളർ അല്ലെങ്കിൽ ഗ്രീൻ കളർ ഓറ ഉണ്ടാകുന്നു. സമസ്ത വിശ്വ കല്യാണത്തിന് വേണ്ടി ചിന്തിക്കുകയാണെങ്കിൽ അവരുടെ ഉള്ളിൽ നിന്നും ചൈതന്യ ശക്തിയുള്ള ഓറ, അതായത് പ്യുവർ വൈറ്റ് കളർ ഓറ ഉണ്ടാകുന്നു. സന്തിൻ്റെ ഓറകൾ വൈറ്റ് കളർ ആണ് ഉണ്ടാകുന്നത്. ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് ഓറ എന്നാൽ കാരൻ ശരീരം. നിങ്ങളുടെ കാരൻ ശരീരമാണ് ഓറ എന്ന് പറഞ്ഞാൽ. കാരണം നിങ്ങളുടെ കാരൻ ശരീരത്തിലാണ് ജന്മാന്തരത്തിലുള്ള കർമ്മങ്ങൾ റെക്കോർഡായിരിക്കുന്നത്. അതിൽ നിന്നാണ് ഓറ ഉത്ഭവിക്കുന്നത്. ചിലരുടെ ഓറ 2 ഇഞ്ച് ഉണ്ടാകും, ചിലരുടെ 3 ഫുട്ട് ഉണ്ടാകും. അങ്ങനെ സങ്കല്പത്തിനനുസരിച്ച്, ആത്മയുടെ ശക്തിക്ക് അനുസരിച്ച് ഓറയുടെ വലിപ്പം കൂടുകയും കുറയുകയും ചെയ്യും. വിശ്വ കല്യാണിനെ പറ്റി ചിന്തിച്ചാൽ അവരുടെ ഓറ 100 ഫുട്ട് വരെ പോകും. എല്ലാവരും വിശ്വ കല്യാണിന് വേണ്ടി ചിന്തിച്ചാൽ 1000 ഫുട്ട്, 500 ഫുട്ട്, 1500 ഫുട്ട് അതിന് മേലെ പോകും ഓറ. ആത്മയിൽ എത്ര പവറുണ്ടോ അത്രയും നിങ്ങളുടെ ഓറ വികസിക്കും. പിന്നെ ആൾമൈറ്റി അതോറിറ്റിയിൽ നിന്ന് പവർ ഇറക്കി, ആ പവർ എല്ലാ വിശ്വത്തിനും നന്മ വരാൻ വേണ്ടി വായുമണ്ഡലത്തിൽ പകർത്തിയാൽ നിങ്ങളുടെ സങ്കല്പശക്തി വായുമണ്ഡലത്തിൽ ആളുകൾക്ക് നല്ലത് വരണം എന്ന് പറഞ്ഞ് നിങ്ങളുടെ പവർ പരത്തി കഴിഞ്ഞാൽ അവിടെ വൈറ്റ് കളറുള്ള ഓറയായിരിക്കും ഉണ്ടായിരിക്കുന്നത്. അതുപോലെ പരം ശാന്തി നിങ്ങളുടെ സങ്കല്പത്തിൽ സങ്കല്പിക്കുകയാണെങ്കിൽ കോടിക്കണക്കിന് കിലോമീറ്റർ നിങ്ങളുടെ ഓറ വൈറ്റ് ഓറയായി വികസിക്കുന്നതാണ്. ലോകത്തിനെ നന്നാക്കാൻ ഒരാളിൻ്റെ അടുത്ത് സാധിക്കും. കാരണം അവരുടെ ആത്മയിൽ എത്ര പവർ ഉണ്ടോ അതിനനുസരിച്ചിട്ട് ആ പ്രദേശത്തെ, ആ രാജ്യത്തെ, ആ ഭൂലോകത്തെ, ആ ബ്രഹ്മാണ്ഡത്തെ മുഴുവൻ രക്ഷിക്കാൻ സാധിക്കുന്നതാണ്. എത്ര ദൂരം പോകുന്നുവോ ആൾമൈറ്റി അതോറിറ്റി, അതായത് ഏറ്റവും മേലെയുള്ള ഭഗവാനെ
നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഓറ അതുവരെ പോവുകയും നിങ്ങൾ കൂടി പരം ശാന്തി അതിൽ സങ്കല്പശക്തിയിൽ കലർത്തിയാൽ കോടിക്കണക്കിന് കിലോമീറ്റർ വരെ കോടാനുകോടി കിലോമീറ്റർ വരെ നിങ്ങളുടെ ഓറ വികസിക്കുന്നതായിരിക്കും. നിങ്ങൾ എത്ര കിലോമീറ്ററിൽ നിങ്ങളുടെ സങ്കല്പം പോകുന്നുവോ അത്രയും ദൂരത്തെ നിങ്ങളുടെ ഓറ വ്യാപിക്കുകയും വായുമണ്ഡലം ശുദ്ധമാകുകയും ചെയ്യുന്നതാണ്. ഓറ മനസ്സിൻ്റെ ചിന്തയിലൂടെയാണ് പോകുന്നത്. മനസ്സിന് നിയന്ത്രണമില്ല, എന്ത് വേണമെങ്കിലും ചിന്തിക്കാം. അതിനനുസരിച്ചിട്ട് നിങ്ങളുടെ ഓറ ചേഞ്ച് ആകുന്നതാണ്. ഓറ ചേഞ്ച് ആകുമ്പോൾ നിങ്ങളുടെ രോഗം, ദുഃഖം എല്ലാം നഷ്ടമാകുന്നു. നിങ്ങളിൽ പവർ ഉണ്ടെങ്കിൽ വേറൊരാളെ നേരെയാക്കാൻ സാധിക്കും. ഓറ ചേഞ്ച് ആകുക എന്നാൽ രോഗദുഃഖം ഇല്ലാതാകും. അതാണ് നിയമം, പ്രകൃതി നിയമം. ഇനി സോൾ ജേണി, ആത്മയുടെ യാത്ര, അതിനെക്കുറിച്ച് നമ്മൾക്ക് നോക്കാം. തപലോകം എന്താണ്? തപലോകം ജനലോകത്തേക്കാളും 2 മടങ്ങ് വലുതാണ്. വിദേഹ്യർ, ഒരുപാട് അന്യ ബ്രഹ്മാണ്ഡത്തിലെ ദേവതകൾ ഈ ലോകത്തിൽ താമസിക്കുന്നു. തപലോകം തപസ്യയുടെ ലോകമാണ്. ആത്മാക്കൾ ഇവിടെ തപസ്യ ചെയ്യുന്നു. ഇവിടുത്തെ ആത്മാക്കൾ ഒരു ആത്മാ വേറെ ആത്മാക്കളെ നോക്കുക കൂടി ചെയ്യില്ല. ഇവിടെ താമസിക്കുകയും ആത്മാക്കൾ അവരവരുടെ ഇഷ്ടദേവൻ്റെ തപസ്യയിൽ മതിമറന്ന് ഇരിക്കുന്നു, പുരുഷാർത്ഥം ചെയ്യുന്നു. ഒരു ആത്മ വിഷ്ണുവിനെ ധ്യാനിക്കുകയാണെങ്കിൽ വേറെ ആത്മാക്കൾ ആദിശക്തികളെ ഉപാസന തപസ്യാൽ മുഴുകിയിരിക്കുന്നു. തപലോകം 4 കോടി യോജൻ ആണ്, അതായത് 46 കോടി കിലോമീറ്റർ. ഇവിടുത്തെ ഒരു ദിവസം ഭൂമിയിൽ 10,000 വർഷമാണ്. ഇവിടെ വായുമണ്ഡലം ജനലോകത്തേക്കാളും ശക്തിശാലിയാണ്. അങ്ങനെ ആത്മാക്കൾ വേറെ ലോകത്തോട്ട് പോകുന്തോറും ആത്മയുടെ ശക്തി കൂടിക്കൊണ്ടിരിക്കും. വാതാവരണവും ശക്തിശാലിയാണ്. ആത്മാക്കൾ മേലേക്ക് പോകുന്തോറും പതുക്കെ പതുക്കെ ശരീരത്തിൽ നിന്ന് വായു തത്വത്തിൻ്റെ പ്രഭാവം കുറയുന്നു. അപ്പോൾ ആകാശതത്വം കൂടുന്നു. അതായത് വായുതത്വം ഭാരമുള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് മേലെ ലോകത്തോട്ട് പോകാൻ സാധിക്കാത്തത്. കാരണം പറഞ്ഞാൽ നിങ്ങളുടെ കർമ്മത്തിൻ്റെ റെക്കോർഡ് വായുമണ്ഡലത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ കർമ്മം എന്ന് ഇല്ലാതാകുന്നുവോ വായുതത്വം കമ്മിയാവുകയും ആകാശതത്വം കൂടുകയും ചെയ്യുന്നു. അപ്പോൾ ആകാശതത്വം കൂടുന്നു. ആത്മ മേലെ ലോകത്തേക്ക്, അതായത് ബ്രഹ്മപുരിയിലേക്ക് പോവുകയും ചെയ്യുന്നു. ഇങ്ങനെയാണ് ആത്മയുടെ സോൾ ജേണി, ആത്മയുടെ മരണാനന്ത യാത്ര ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇത് എല്ലാവരും കാണുക, അഭ്യസിക്കുക. ധ്യാൻ, യോഗ, സേവ, ധാരണ ഇവ അഭ്യസിച്ചാൽ മാത്രമേ, നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തിയാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഭൂമിയിൽ നിന്ന് മോചനം സാധ്യമാവുകയുള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് കുറച്ചെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. परम शांति, बेहद की परम शांति।